എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി നടത്താൻ വേണ്ടി പോകുവാണ്. ഇവരുടെ ജോയിനിങ് പാർട്ടി മോൾഡീവ്സിൽ നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തതിന്റെ ഫ്രഷേഴ്സ് പാർട്ടിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് ATM-ലേക്കാണ് പൈസ എടുക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ പൈസയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്ന്. ഇവിടുത്തെ പൈസ നമ്മുടെ നാട്ടിലെ പോലെ പേപ്പർ അല്ല, വെള്ളത്തിൽ വീണാലും കുതിരരുത്, ആ ടൈപ്പിലെ പൈസയാണ്. അപ്പൊ അത് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പൊ അതിനു മുമ്പായിട്ട് പറഞ്ഞോളട്ടെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കണ്ടല്ലോ, ഇതാണ് മോൾഡീവ്സിന്റെ ജെട്ടി സൈഡ്. ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോ അജ്മല് പൈസ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബാങ്കിൽ പോവാണ്. അജ്മൽ, ആ ATM കാർഡ് കാണിച്ചേ. കണ്ട, ഇതാണ് ഇവിടുത്തെ അമേരിക്കൻ എക്സ്പ്രസിന്റെ ATM കാർഡാണ്. അപ്പോ അത് വെച്ചിട്ട് എടുക്കാൻ പോവാണ്. പിന്നെ നോക്കിയേ, ഇതാണ് ബാങ്ക് ഓഫ് മോൾഡീവ്സ്. നമ്മുടെ ഐലൻഡിൽ ഒരു ബാങ്ക് ഉണ്ട്, BML. ഈ ബാങ്കിലാണ് നമ്മുടെ സാലറി ക്രെഡിറ്റ് ആവണത്. അതിനോട് ചേർന്ന് തന്നെയാണ് ATM. അപ്പൊ അജ്മല് പൈസ എടുത്തോണ്ട് വന്നവരെ നമുക്ക് ഇതിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാം. നോക്കിക്കേ, മോൾഡീവ്സിന്റെ ആ ഒരു ഭംഗി. നൈറ്റ് വ്യൂ ഒക്കെ നല്ലതാണ്. ആ ലൈറ്റിന്റെ ഒക്കെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കണ്ടിട്ട്, കടൽ വെള്ളമാണ് ഈ കാണുന്നത്. അത് ഒരു ഇത് കെട്ടി തിരിച്ചിരിക്കുവാണ്. കാര്യം ഇവിടെ വന്നാണ് നമ്മുടെ ലോഞ്ചെല്ലാം ആൾക്കാരെയൊക്കെ കയറ്റുകയും അതുപോലെ ബോട്ടൊക്കെ മീനുമായിട്ട് വരുന്നതൊക്കെ ഈ ഏരിയയിലാണ്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അതാണ് ആ കെട്ടി തിരിച്ചിരിക്കുന്നത്. അത് ക്ലിയർ അല്ല, ഞാനത് വെട്ടത്തിൽ വന്നൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഇതാണ് പൈസ കിട്ടി കാശ്, പണം, മണി. അതെ, എല്ലാരും കണ്ടോളൂ. അപ്പൊ അജ്മൽ നമുക്ക് പൈസ കാണിച്ചു. ഇതാണ് 500 റുപ്പിയുടെ മാൽദീവൻ കറൻസി. കലമുണ്ട്, ചക്രമുണ്ട്, എല്ലാം ഉണ്ട്. കിളിയുണ്ട്. എന്താ കൊക്കോ, എന്താ കൈ? രണ്ട് കൈയാണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള പേപ്പറാണ്. കണ്ടോ, ഗ്ലേസിംഗ് ഉള്ള പ്ലാസ്റ്റിക് ആണ്. ഗാന്ധിജിയുടെ കണ്ണാടിക്ക് പകരം ഒരു ഓട്ടോ ഉണ്ട്. ഓട്ടോ കൂടെ നമുക്ക് അപ്പുറത്ത് കാണാം. ഇതാണ് 500 രൂപയുടെ മാൽദീവൻ കറൻസി. നല്ല ഭംഗിയൊക്കെയാണ്. സോ ഇത് ഞാൻ കൈമാറുകയാണ്. 100 ഇല്ല, 500 മാത്രമേ ഉള്ളൂ. കാശ്, പണം. അങ്ങനെ നമ്മുടെ ഐലൻഡിന്റെ ബീച്ച് സൈഡിൽ നമ്മൾ വന്നിരിക്കുവാണ്. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ബീച്ച് പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പല വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരും തന്നെ നമ്മുടെ ജെട്ടി സൈഡ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ രാത്രിയുടെ ഒരു ഭംഗി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നോക്ക്, അങ്ങനെ നമ്മള് പോയിന്റിലെത്തി. ഇവിടെ അജ്മലെ, എത്ര പേരായിരുന്നു നിങ്ങൾ ഫ്രഷേഴ്സ് ഇവിടെ ജോയിനിങ് ഈ പ്രാവശ്യം? 8 പേരല്ലേ? ഓ, അപ്പൊ 8 പേരുണ്ട്. നമ്മൾ എന്താ അജ്മലെ ഫുഡ് ഓർഡർ ചെയ്തേക്കണേ? നാടൻ ബിരിയാണിയും ഓ, തകർക്കോ? ക്വാണ്ടിറ്റി എന്തോരം ഉണ്ടാകുന്നു. എക്സ്ട്രാ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാൽദീവൻ ലേഡിയാണ്. നമ്മള് ജസ്റ്റ് ഒരു പുകഴ്ത്തി പറഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ വട്ടം കുറച്ചുകൂടെ കൂടി തരാന്നൊക്കെ പറഞ്ഞു. ജെനി, അപ്പൊ പറയ്, എന്താ ഈ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്? എന്താ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? Not yet started. After getting started and everything is done, we'll let you know. അപ്പൊ അജ്മൽ പറഞ്ഞു ജെനിയുടെ ഡാൻസും പാട്ടും ഉണ്ടെന്ന്. വെൽക്കം ഡാൻസ്. ജെനിയുടെ മറ്റേ സ്വപ്ന സുന്ദരി അതുണ്ടെന്ന് പറഞ്ഞു. ജെനി, ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ച സ്വപ്ന സുന്ദരി. ഇത് ഞങ്ങളുടെ ബീച്ച് പാർക്കാണ്. ഇവിടെയും നമ്മളൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്.
നമ്മളിവിടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇനിയിപ്പോ ഇപ്പൊ പുതുതായിട്ട് വന്ന ടീച്ചേഴ്സിനോട് നമുക്ക് ചോദിക്കാം അവരുടെ ഈ 3 months പീരീഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 8 പേരിൽ 3 പേര് വന്നിട്ടുണ്ട്. അതിൽ ചിലർക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ 2 നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. ലിൻഷാംസേ No children came. കൊച്ചി വരലേ മിഡിൽ ക്ലാസ് ആയിരുന്നു വന്നില്ല. ഓ അതെ, അപ്പൊ ലിൻഷാ മിസ് ആണ്. എനിക്ക് തോന്നുന്നു ലിൻഷാ മിസ് അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം വന്നത്? അജ്മലാണ്. We both came together. അതെ അതെ. 1 week only she came. We both same flight. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് ആദ്യം വന്നു, അതിനുശേഷം ആണ് ലിൻഷാ മിസ് വന്നത്. അപ്പൊ ഇവര് 3 പേരും അതിവിദഗ്ധമായി 3 പറഞ്ഞു എന്താ Don't skip the video. Stay tuned. Just keep watching for more exciting things. കേട്ടല്ലോ, ഞാൻ പറയാൻ വന്ന കാര്യമേ മറന്നുപോയി. അങ്ങനെ 3 മാസം അവര് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ 3 മാസം എന്ന് പറയുമ്പോ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവരിവിടെ പേടിക്കണ്ട, തകർത്ത് നിന്നേച്ചാൽ മാത്രം മതി. പിന്നെ 1-2 ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, അവർക്ക് മറ്റേ പ്രശ്നമൊന്നുമില്ല. ബാക്കി നമുക്ക് നോക്കാം. പിന്നെ ഇവരിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫുഡാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി, പിന്നെ ക്യാരറ്റ് ഹൽവ എന്നായി വന്നത്, ക്യാരറ്റ് കസ്റ്റാർഡ്, പപ്പടം, പിന്നെ സാലഡ്, സ്പൂണ്, ഇത്രയുമാണ് വന്നേക്കുന്നത്. ഇനി കോക്കും പിന്നെ എന്താ ലിൻഷാ മിസ്സേ, പിന്നെ എന്നാ ഫുഡ് വരാനുള്ള ലിൻഷാ മിസ്സിന് എന്തൊക്കെയുണ്ടെന്ന് പറയാൻ നാണാന്ന് നീ പറയടാ. ഇനി എന്താ ഈ കൂട്ടത്തിൽ വരാനുള്ളത്? ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് കോക്കും കഴിക്കാനുള്ള സ്പൂണും പിന്നെ അത് കസ്റ്റാർഡിനുള്ള സ്പൂൺ, കോക്ക് വരാനുണ്ട്. പിന്നെ ചെറിയ സ്പൂൺ, ഈ സ്വീറ്റ് ഡിഷ് കഴിക്കാനുള്ള സ്പൂൺ വരാനുണ്ട്. അങ്ങനെ പിന്നെ 2-3 ആൾക്കാരും കഴിക്കാനുള്ള ആളുകൾ വന്നിട്ടില്ല. ഇതുപോലെ ബാക്കിയെല്ലാം റെഡിയായി. സോ ഇതാണ് ഞങ്ങളുടെ പ്രസാദ് സാറ്. ഹായ് പ്രസാദ്. സാറാണ് ഇൻവിറ്റേഷൻ്റെ ഇൻചാർജ്. സാർ യു ആർ ദ പേഴ്സൺ ഹു ഇൻവൈറ്റഡ് എവറിബഡി. സാറ് ഇവിടെ മറൈൻ സയൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പിന്നെ സാർ സയൻസ് ഓൾസോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സാറിന്റെ യു ആർ ഫ്രം ആന്ധ്രാപ്രദേശ്. സാർ ആന്ധ്രാപ്രദേശ്. സാർ യു ആർ ഹിയർ ഫോർ പാസ്റ്റ് ഓൾമോസ്റ്റ് 10 years ആൻഡ് സാറ് ദിവ്യയിൽ ഫ്ലുവൻ്റ് ആണ്. ജെനി, why are you sitting near to that food items? I will go. I don't know. വടിവേലുവിനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും തീറ്റക്ക് ഒട്ടും പുറകോട്ടല്ലേ. അപ്പോൾ ദൂരെ നിന്ന് 2 വ്യക്തികൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരാൾ കയ്യൊക്കെ വീശിയാ വരുന്നത്, പക്ഷെ മനുഷ്യ ഇരുട്ടാണ്. അടുത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കല്യാണത്തിന്റെ ഒരുക്കത്തിന് വരുന്ന പോലെയാണ് മോനിഷ വരണത്. മോനിഷ ഫുള്ള് കളർഫുള്ളാണ്. ആൻസിമിസേ ഒരു ഹൈ പറയണ്ടേ പ്രേക്ഷകരോട്. ഡി മോനിഷേ ഹായ് പറ. ഓ അഷ്റഫേ, ഉത്തരവാദിത്തം വേണം. ഞങ്ങൾ ഈ കോക്കിന് വേണ്ടിയിട്ട് എത്ര മണിക്കൂറായി നിക്കണമെന്നറിയാമോ? നീ എന്താ ഈ കോക്ക് വരാൻ ലേറ്റ് ആയത്? ഓ അതുകൊണ്ടവൻ ഹെൽത്ത്. After 5 minutes or 1 hour, we will show you people with 2 glasses of coke he drink. അമിതേ ഹായ് പറയ്. വിവേക് സാർ സേ ഹായ്. വിവേക് സാർ പുതിയതായിട്ട് വന്നതാണ്. വിവേക് സാർ PE ടീച്ചറാണ്. ആമിദ് സാർ പുതിയതായിട്ട് വന്നതാണ്, മാത്തമാറ്റിക്സ് ടീച്ചറാണ്. ആക്ച്വലി പ്രസാദ് സാറ് നമ്മുടെ സ്കൂളിൽ ട്രാൻസ്ഫർ ആയി വന്നതാണ്. പിന്നെ നമ്മുടെ അഷ്റഫും. അപ്പതേ ഞങ്ങളുടെ ബിരിയാണിയും കസ്റ്റാർഡും ജ്യൂസും എല്ലാം ഒക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇത് ഞങ്ങൾ ലീഡിങ് ടീച്ചേഴ്സിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതിന് കാവലായിട്ട് ജെനിയും അജ്മലും. To say that more than 6 of the teachers have completed their probation period successfully, and still 2 more teachers are there, and we are happy to be a part of here. And I don't know whether it is okay for because of the last freshers party. I think it is more grand, but we tried our best. കഴി ഫുഡ് കാണിക്ക്. ബിരിയാണി കാണിക്ക്. ചിക്കൻ കാല എവിടെ? ഒന്ന് കോഴിക്കാലം അടിച്ചോ. അങ്ങനെ തന്നെ. ജെനി കഴിച്ചു കാണിക്കടി വടിവേലു. മനുഷ്യ ഇൻഷമോൾ അടിപൊളിയല്ലേ?
പറയ് പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? സോ പ്രോഗ്രാമിൽ നമ്മുടെ ലീഡിങ് ടീച്ചേഴ്സും ഇവിടുത്തെ എക്സ്പേർട്ടീവ്സും സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വന്നു. വളരെ ഭംഗിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് സോ ഹാപ്പി. സോ ഫാർ സോ ഹാപ്പി, റൈറ്റ്? സോ ഫാർ സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്തു, ഫുഡ് കഴിച്ചു. എല്ലാവരും ടയേർഡായിരുന്നു, കാരണം 9 മണിയോടുകൂടിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയത്. അതുകൊണ്ട് നമ്മളപ്പോൾ എല്ലാം ഇനി ക്ലീൻ ചെയ്തു. നമ്മൾ പാർക്കിൽ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്, അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലേടാ. അപ്പോൾ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് എല്ലാവരും കവറിലാക്കി. ഇനി വേസ്റ്റ് കളയണ സ്ഥലമുണ്ട്, അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയി കളയണം. അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് പാർട്ടിയും കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. സോ ടിൽ ദെൻ ബൈ ഫ്രം ത്രിമൂർത്തീസ്. ബൈ, ഗുഡ് നൈറ്റ്.